മേ കം ഇൻ സർ? സോറി സർ. എന്താ അമ്മേ? കുമാരനെല്ലൂരോ? അവൻ അവിടെ ഉണ്ടെന്നാ കേൾക്കുന്നേ. നീ നിന്റെ പോലീസിന് വിട്ടൊന്ന് അന്വേഷിക്കടാ. എന്റെ ചേട്ടൻ നാട് വിട്ട് പോകുമ്പോഴൊക്കെ പോയി കണ്ടുപിടിച്ചോണ്ട് വരുന്നതല്ല പോലീസിന്റെ പണി. ചാണ്ടി കുഞ്ഞിനോട് പറഞ്ഞിട്ടില്ലേ? ആ, അവന്റെ ചവറ് വണ്ടിയിലേക്ക് എടുത്തോണ്ട് വന്നോളൂ. ഇവിടെ മുതൽ അന്വേഷണം തുടങ്ങി. നീ അവന്റെ ആരാന്നാ പറഞ്ഞത്? അതൊക്കെ പറയാം. ആദ്യം ഞാൻ ഉദ്ദേശിക്കുന്ന ആളാണെന്ന് അറിയട്ടെ. അയാളാണെ നിങ്ങൾ പറഞ്ഞ കാശ് ഇപ്പൊ ഇവിടെ എത്തും. ഇതിനു വേണ്ടി അയാളുടെ ഫാമിലി ഒരു ഫണ്ട് തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. ആട്ടെ, അടി എങ്ങനെയാ തുടങ്ങിയത്? പുള്ളി കയറി വന്നപ്പോ ഹലോ സാറെന്ന് ഞാൻ പറഞ്ഞു. പുള്ളി ഹലോന്നും പറഞ്ഞു ഒരു ഒറ്റ അടിയാ. എന്റെ കർത്താവ്, സ്നേഹം കൊണ്ടാ. സ്നേഹം കൊണ്ട് എന്നെ കാണുമ്പോഴും ഹലോ എന്ന് പറഞ്ഞ അടിയാ തരുന്നേ. ഒരു ശീലം, അത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച ആള് തന്നെ. ഇവിടെ അടുത്തെങ്ങാനുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. സ്വിച്ച് ഓഫ് അല്ല, പരിധിക്ക് പുറത്താണ്. ഇവിടെ മൊബൈൽ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്ത് ഏതെങ്കിലും ബാറുണ്ടോ? ബാറില്ല. പുഴക്കരയിൽ ഒരു ഷാപ്പുണ്ട്, അവിടെ ഫോൺ കിട്ടില്ല. ആ, അവിടെ വല്ലതും പോയിട്ടുണ്ടെങ്കിൽ അവന്റെ സകല ശീലവും മാറ്റി അവര് വിടും. എന്റെ കർത്താവ്. എന്റെ പേര് വടക്കാഞ്ചേരി വക്കച്ചൻ. വെടക്ക് വക്കൻ എന്ന് പറഞ്ഞാൽ അറിയും. ഞാൻ ബത്തേരി ബാപ്പു, കൊലകൊല്ലിന്ന് വിളിക്കും. നമ്മള് പട്ടാമ്പി രവി, ചട്ടമ്പി രവി എന്നാ ഗുണ്ടാ ലിസ്റ്റില്. പോലീസിന്റെ ഗുണ്ടാ ലിസ്റ്റിലും റൗഡ് ലിസ്റ്റിലും കേഡ് ലിസ്റ്റിലും ഒക്കെ ഞങ്ങളുടെ പേര് എപ്പോഴും കാണും. സത്യം പറഞ്ഞ ആ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തെത്താൻ ഞങ്ങൾ തമ്മിൽ ആരോഗ്യപരമായ ഒരു മത്സരം പോലുമുണ്ട്. ഞങ്ങള് മൂന്നാളും പാർട്ട്ണർഷിപ്പിൽ നടത്തുന്ന ഷാപ്പായത്. ഇവിടെ വന്ന് ഉറക്കത്തുമ്പാൻ പോലും ഒരാളും ധൈര്യപ്പെടാറില്ല. എന്നെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകണം. എനിക്കെന്തോ അസുഖമുണ്ട്. കാരണം നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും എനിക്ക് പേടിയാവുന്നില്ല. അതൊരു കുഴപ്പമല്ലേ ചേട്ടന്മാരെ? എന്റെ പേര് ശിവരാമൻ, വക്കീല. ക്രിമിനൽ ലോയറെ എന്ന ആൾക്കാർ വിളിക്കും. അത് നമ്മുടെ കയ്യിലിരിപ്പിന്റെയും കൂടിയാ. ഈ കേഡി റൗഡി ലിസ്റ്റിലൊക്കെ എന്റെ പേരും ഉണ്ട്. ഒരു അപ്കമിങ് സ്റ്റേജിലായതുകൊണ്ട് ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടില്ലെന്ന് മാത്രം. സംഗതികളുടെ കിടപ്പ് വശം വെച്ച് നോക്കുമ്പോൾ നമ്മൾ 4 പേരും ഒരേ നുഖത്തിൽ കിട്ടാവുന്ന ഗുണ്ടകളാണ്. അതുകൊണ്ട് ഈ ടോഡി ബാർ നമുക്ക് 4 പേർ കൂടെ നടത്തിയാലോ? ദേ അതിന്റെ പൂജ. പെട്ടെന്ന് തീരുമാനിക്കണ്ട. കൂടെ നിർത്താൻ പറ്റിയ ആളാണോ എന്ന് നല്ലപോലെ ബോധ്യപ്പെട്ടിട്ട് മതി. ഇതുപോലെ സെറ്റപ്പ് എന്റെ വീടിന് മുമ്പിൽ തുടങ്ങണമെങ്കിൽ എത്ര പൈസ വേണം? വേറെ എന്തിനാണ് ഞാൻ തുടങ്ങുന്നത്? ഈ 3 സ്റ്റാർ നമ്മൾ 4 സ്റ്റാർ ആക്കിയില്ലേ? ഞൊണ്ടിയല്ല, ചാണ്ടിയ. ആരാത്? ഏത്? ഹലോ, ഇവരൊക്കെ ആരാ? എന്റെ ഇപ്പോഴത്തെ പാർട്ട്നേഴ്സ്. ഇപ്പൊ എന്നെ പാർട്സ് ആക്കിയനെ. ഇതെന്ത് വേഷം? ഇത് ചേട്ടന്റെ. ഇത് വെടക്ക് വക്ക, കൊലകൊല്ലി, ചട്ടമ്പി രവി. പരിചയപ്പെട്ട സന്തോഷം. ഇതെന്റെ ഫ്രണ്ട് ചാണ്ടി.
ചാണ്ടി നല്ല അസല് വാറ്റുകാരനും അതിനേക്കാൾ നല്ല ഓട്ടക്കാരനുമാണ്. എക്സൈസുകാർ എങ്ങനെ ഓടിച്ചാലും ഇവനെ കിട്ടൂല. ഈ കാര്യം കൊണ്ട് അവൻ പായും. പോകാനോ? ചാണ്ടി, ഞാനിപ്പോ പാർട്ട്ണർഷിപ്പിൽ ഷാപ്പ് നടത്തുകയല്ലേ. ശിവൻ എന്തിനാ ഡപ്പാങ്കുത്ത് ഷാപ്പിന്റെ ഒക്കെ നടത്തേ? ആരായ്യോ ഇതങ്ങനെ വെറും ഷാപ്പൊന്നും അല്ല. ഇവിടെ കള്ളും ചാരായവും ബ്രാൻഡിയും വിസ്കിയും സകല സാധനങ്ങളും ഉണ്ട്. കണ്ട ഇത് 3 സ്റ്റാറാ മോനെ, 3 സ്റ്റാർ. ഇവിടെ ക്യാബറ ഡാൻസ് നടത്താറുണ്ട്. കണ്ട, ഇത്രയും നല്ലൊരു സ്ഥലം വിട്ടിട്ട് ഞാൻ എങ്ങനെ കൂടെ വരും? ശിവ പോവാം പ്ലീസ് പ്ലീസ്. ഇപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഞാൻ ഒന്ന് വീട് വരെ പോയിട്ട് വരാം. വളരെ അത്യാവശ്യം ഒരു കാര്യമുണ്ട്. ശിവ കേറ്. നാളെ വരില്ലേ? നാളെ വരുമ്പോ ഉറ്റവരോടും ഉടയവരോടും ഒന്നും ഉരിയാടാതെ ഇതുപോലെ നാട് വിട്ടേച്ച് വരരുത് എന്നൊന്ന് പറഞ്ഞേക്കണേ. ഒരു ചെറിയ അഡ്വൈസ്. അയ്യേ, നാട് വിട്ടു വന്നാണോ? ഇതൊരു പതിവാ. അങ്ങനെ ഇരിക്കുമ്പോ ആളെ കാണില്ല. പിന്നെ ഞാൻ എവിടുന്നെങ്കിലും വന്ന് പൊക്കണം. ചുമ്മാ പറയാ, അങ്ങനെ നാട് വിട്ടതൊന്നുമല്ല. നാട്ടിലെ ബാറിലെ കച്ചടകൾ മടുക്കുമ്പോൾ ഞാൻ പുതിയ മേച്ചിൽ പുറങ്ങൾ തേടി ഇറങ്ങും. ഒരു ചേഞ്ചിന് വേണ്ടി. ഏത് മനുഷ്യനാ ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്ത? രണ്ടുപേര്. ഇത് ഹെൽമെറ്റാ. വേണോ? ബൈ, ഗുഡ് നൈറ്റ്. ബൈ. ശിവ നേരം എഴുന്നേക്ക്. ശിവ ശിവ ഓ, തമ്പുരാൻ എത്തിയോ? എത്തി. കൊലവല്ലി. കൊലവല്ലിയോ? ഇവനെ ഏതെങ്കിലും കാട്ടിത്താണോ നീ പിടിച്ചോണ്ട് വന്നത്? ഏയ്, ഷാപ്പിന്ന 3 കുഞ്ഞാടുകളോടൊപ്പം ഷാപ്പ് നടത്തുമായിരുന്നു. അയ്യോ. Way very offensively. Now this is what Saturn and Malenko need to do. They need to stay on the same page. They well, they haven't been on the same page. We saw them smack down. ദാ, കുടിക്കാത്തവനായതുകൊണ്ട് ബ്രാൻഡുകളൊന്നും എനിക്കറിയില്ല. എങ്കിലും പരമാവധി സാധനങ്ങൾ ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ വീടായത് ഒരു ബാറാണെന്ന് കരുതി എന്റെ മോൻ ഇവിടെ ഇരുന്ന് മദ്യപിക്കണം. അവന് കുടിച്ചാൽ മാത്രം പോരല്ലോ, തല്ലുണ്ടാക്കണ്ടേ? സൗകര്യം ഉണ്ടാക്കാം. ആദ്യം എന്നെ തല്ലട്ടെ, അത് കഴിഞ്ഞ് വരെ. അതുകൊണ്ടും മതിയായില്ലെങ്കിൽ വാടക കുട്ടികളെ ഏർപ്പാട് ചെയ്യാം. എന്റെ പൊന്നു മോൻ നാട് തെണ്ടാൻ ഇറങ്ങാതിരുന്നാ മതി. അതിന്റെ കുറവേ ഉള്ളൂ. ഇന്ന് നേരത്തെ വന്നു അല്ലേ? എന്താ അത്? അല്ല, അത് പിന്നെ 2 കുപ്പി പാൽപ്പായസം. പിന്നെ വാറ്റായിരിക്കും. ഇതും കൊണ്ട് ഈ പടി കയറെന്ന് പറഞ്ഞിട്ടില്ലേ? അതറിയാം. ഇത് പടി കയറിയില്ലെങ്കിൽ ചേട്ടൻ ഇപ്പൊ പടി ഇറങ്ങും. ആ കള്ള് ഷാപ്പിൽ അദ്ദേഹം ഇങ്ങോട്ട് വരാൻ തയ്യാറല്ലായിരുന്നു. പെറ്റമ്മ കണ്ണീരൊഴുക്കി കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയാവോ? കണ്ണീന്ന് വരുന്ന കോർപ്പറേഷൻ വാട്ടർ ഒന്നും അല്ലല്ലോ ബില്ലടയ്ക്കാൻ. ഫ്രീ വാട്ടർ അല്ലേ, ചുമ്മാ വന്നോട്ടെ എന്നാ പറഞ്ഞത്. ചേട്ടൻ ഇങ്ങനെ തല്ലിപ്പൊളിയായി നടക്കുന്നത് പോലീസ് ഓഫീസറായ അനിയന് നാണക്കേടാണെന്ന് പറഞ്ഞു. പുല്ലന്റെ അടുത്ത് വെച്ചാവാൻ പറ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു, നല്ല തെങ്ങും കള്ള് വാറ്റിയ ചാരായം എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ണ് നിറഞ്ഞു പോയി ആ മനുഷ്യന്റെ. ആ ഒറ്റ കാരണം കൊണ്ടാ കൂടെ പോകുന്നത്. ഇനി ഇത് കൊടുത്തില്ലെങ്കിൽ IPC സെക്ഷൻ ഏതോ ഒരു നമ്പർ പ്രകാരം വഞ്ചന കുറ്റമാവില്ലേ? ചാണ്ടേ, വാ പോരെ. ഇവിടെ എക്സൈസ് ചെക്ക് പോസ്റ്റ് ഒന്നുമില്ല. വാ, പറഞ്ഞ സാധനം തന്നെ കൊണ്ടുവന്നല്ലോ. പോയി തന്ത്രപ്പുഴ തോടെ പോയില്ലോ. ഇതായിരുന്നു നിന്റെ റിംഗ് റോങ്. ഹലോ ഹലോ, നിങ്ങളാരാ? ഞാൻ ചിദംബരം. ദലാൽ ബാങ്കിന്റെ വളരെ വേണ്ടപ്പെട്ട മാനേജർ അല്ല,
ഒരു ജോലിക്കാരൻ. ഫോൺ പാർവതിക്ക് കൊടുക്ക്, വേഗം വേണം. ഓക്കെ, കൊടുക്കാം. നമ്മുടെ ജനലിന് എന്താ പറ്റി? താഴേക്ക് ഇറങ്ങി വന്ന് നിൽക്കുന്നു. കുഞ്ഞുങ്ങളെ, ഇത് നിങ്ങളുടെ വീടല്ല, പോലീസ് സ്റ്റേഷനാ. ഞങ്ങൾ എന്താ ഇവിടെ? രണ്ടാള് ഇന്നലെ രാത്രി അടിച്ച് കോൺ തെറ്റി നടറോടി കിടന്ന് ബഹളം വെച്ചപ്പോ പിടിച്ചുകൊണ്ടുവന്ന് ഇട്ടതാ. എപ്പോ? ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങൾ അറിയാതെ ഞങ്ങളെ അറസ്റ്റ് ചെയ്യാൻ ഏത് നിയമമുള്ള സാറേ? ഇതെന്ത് ന്യായം? ഇതെന്ത് നീതി? ഇതെന്ത്? ആ മതി. അനിയൻ ASP ആയത് നന്നായി. ഇനിയെങ്കിലും കുടിച്ചോണ്ട് വണ്ടി ഓടിക്കരുത്. വണ്ടി ഓടിച്ചിട്ട് കുടിക്കാമല്ലോ. ആച്ചാന്റെ വണ്ടിയുടെ വണ്ടി ഓടിച്ചോണ്ട് കുടിക്കാൻ പാടില്ല. ഓക്കെ. പക്ഷേ സർക്കാർ ഏർപ്പെടുത്തിയ ഈ വാറ്റ് നയം അതത്ര ശരിയായില്ല. ഏത് ക്ലാപ്പനാടാ വാറ്റ് ശരിയല്ലെന്ന് പറഞ്ഞു? ഞങ്ങളാ മറ്റേ വാറ്റിനെ പറ്റിയാ പറഞ്ഞത്. മറ്റേ വാറ്റിന് എന്താണ് കുഴപ്പം? വിവരം കെട്ടവനെ ഗവൺമെന്റിന്റെ വാറ്റിനെ കുറിച്ചാ പറഞ്ഞത്. ഒരുമാതിരി മുടന്ത ന്യായം പറയരുത്. ഗവൺമെന്റ് വാറ്റൂല. ഒരു ഉച്ചപ്പാടും ബഹളം ഉണ്ടാക്കരുത്. നമുക്ക് സമാധാനമായിട്ട് തല്ലിത്തീർക്കാം. ആരും ബഹളം ഉണ്ടാക്കരുത്. എല്ലാവരും പിരിഞ്ഞു പോകണം. ബഹളം ഉണ്ടാക്കരുത്. സുധീഷ്, എല്ലാവരും പിരിഞ്ഞു പോകണം. സുധീഷ്, ആരും ബഹളം ഉണ്ടാക്കരുത്. സമാധാനപരമായി പിരിഞ്ഞു പോകണം. എല്ലാവരും പിരിഞ്ഞു പോകണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. എല്ലാവരും പിരിഞ്ഞു പോകണം. സുധീഷ്, സമാധാനപരമായി പിരിഞ്ഞു പോകണം. എന്തു പറ്റി? ഞാനിപ്പോ അടിയുടെ ഇടിയുടെയും വെടിയുടെയും നടുവിലാണ്. ആ മുറിയുടെ പുറത്തേക്ക് നോക്കിയാൽ എന്തെങ്കിലും കാണാൻ പറ്റുമോ? ഹലോ, ഒരു പള്ളിയുടെ കുരിശ് കാണാം. ഏത് പള്ളിക്കാ കുരിശില്ലാത്ത കുരിശ്? വേറെന്തെങ്കിലും പറ. ഏതോ ഒരു ബോർഡ് മാത്രമുണ്ട്. അരെ, ബാർ. ബോർഡിന്റെ കളർ പറ. യെല്ലോ ബോർഡില് ബ്ലൂ ലെറ്റേഴ്സ്. ബോർഡിന് ചുറ്റും നീല ബോർഡർ ഇല്ലേ? ഉണ്ട്. ബോർഡിന്റെ മൂലയിലായിട്ട് ഒരു ബെല്ലിന്റെ പടം ഉണ്ട്. പാരഡൈസ് ബാർ, പനമ്പള്ളി നഗർ. സിറ്റിയിൽ ഏറ്റവും നല്ല റമ്മ് കിട്ടുന്ന ഏക ബാർ. മുൻ MLA കടക്കാവൂർ ശശിയണ്ണന്റെ അളിയന്റെ ബാർ. അതൊക്കെ പോട്ടെ. അപ്പൊ അതിനടുത്തുള്ള വീടാണല്ലേ? ഓക്കേ. കുഴപ്പമൊന്നുമില്ല. ഡ്രിപ്പ് കൊടുത്താൽ മതി, ശരിയായിക്കോളും. എങ്കിൽ കൊടുക്കണം. 1 2 കൊടുക്കണം. 280 rupees പേ ചെയ്യണം. ഓക്കേ. അയ്യോ, 280 rupees അല്ലേ? അതെ. ക്യാഷ് ഞാൻ പിന്നെ കൊണ്ടുവന്നാ മതിയോ? നോനോ, ക്യാഷ് പേ ചെയ്യാതെ ഡ്രിപ്പോ ഇഞ്ചക്ഷനോ ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഓക്കേ, carry on. 280 രൂപയല്ലേ? അതെ. ഓക്കേ. ഓക്കെ ഡോക്ടർ, 300. ഓക്കേ. ബാലൻസ് തരാൻ ചേഞ്ച് ഉണ്ടാവില്ല. കുഴപ്പമില്ല, ബാക്കി കൂടെ ട്രിപ്പ് കൊടുക്കണം. അയാളുടെ പേരെന്താന്നാ പറഞ്ഞേ? പ്രവീൺ. നല്ല പേര്. വിളിച്ചിട്ട് കിട്ടുന്നില്ല, സ്വിച്ച് ഓഫ് ആണ്. ഇനിയിപ്പോ എന്താ ചെയ്യാ? വീട്ടിലും അറിയിക്കാൻ പറ്റില്ല, പോലീസിലും അറിയിക്കാൻ പറ്റില്ല. അറിയിക്കേണ്ടവനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. എന്തെങ്കിലും ഒന്ന് പറ കൊച്ചേ. എനിക്ക് വിശക്കുന്നു. ആരെ? എനിക്ക് വിശക്കുന്നു എന്ന്. ഹലോ സെബാസ്റ്റ്യൻ. നിന്നെ ഇപ്പൊ മദ്രാസിലേക്കൊന്നും കാണാറില്ലല്ലോ. അതൊക്കെ ഞാൻ 2 കൊല്ലം മുമ്പേ വിട്ടില്ലേ. ഇപ്പൊ കല്യാണം കഴിഞ്ഞില്ലേ, നാട്ടിൽ തന്നെ കൂടാൻ. ശരിയെന്നാ. ഇടയ്ക്കൊക്കെ ഒരു മിസ് കോളെങ്കിലും അടിയടെ. ഓക്കെ. എവിടെ ചെന്നാലും കുറെ സുഹൃത്തുക്കളെ കാണും. ജീവിതത്തിൽ ആകെയുള്ള സമ്പാദ്യം അതാ. സെബാസ്റ്റ്യൻ. ആര്? ഹലോ. വാ,
ഹലോ, മനസ്സിലായ? പിന്നെ ഇതാ എനിക്കറിയാം. വാ. അല്ല അല്ല എനിക്കറിയാം. ഞാൻ എപ്പോഴും പറയാറില്ല ഒരു സെബാസ്റ്റ്യൻ. അതെ, ഇവൻ എന്താ സാധനം എന്നറിയാം. ഇരിക്കെ, ഇവൻ പഠിച്ച കള്ളനാ. പിന്നെ ഇതെന്റെ വൈഫാണ് ആലിസ്. കണ്ടോ, പഴയ കാര്യം ഞാൻ ഏതാണ്ട് കയറി പറയുന്ന കരുതി ഇവൻ ഭാര്യ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയത്. നമുക്ക് ഫുഡ് നിങ്ങൾ ഓർഡർ ചെയ്ത് ഞങ്ങൾ കഴിച്ചോളാം. ഇനി ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഓർഡർ ചെയ്യും. കഴിച്ചോ. ഇതെന്ത് പറ്റി? വൈഫ് വെയിറ്ററിനാ? വെയിറ്ററിനാ. ഞങ്ങളും കഴിച്ചോ. ബില്ല് ഞാൻ കൊടുക്കും. ഇത്രയും നേരം സംസാരിച്ചിട്ട് ഞാൻ ആരാണെന്ന് ഇവന് മനസ്സിലായിട്ടില്ല. എന്നെ തിരിച്ചറിയാൻ പാടില്ലാത്തൊരു സുഹൃത്ത് ഞാൻ കഴിച്ച ഭക്ഷണത്തിന്റെ ബില്ല് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അല്ല, നീ അങ്ങനെ പറയരുത്. എങ്കിൽ പറ, ഞാൻ ആരാന്ന് പറ. നീ ആളെ പറടാ. നീ സാബുല്ലേടാ? മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ സാബു തന്നെയാ. അയ്യോ, ഒരു കാര്യം ചെയ്യ്, ബില്ല് മാത്രം ആക്കണ്ട, ടിപ്പ് നീ തന്നെ കൊടുത്തോ. ഇതാ. അയ്യോ, ഓക്കെ, ശരി. അത് വേണ്ട, നീ തന്നെ കൊടുത്തു. ഇവനെ ഞങ്ങൾ രണ്ടുപേരോട് പണ്ട് ചായ കുടിക്കാൻ പോയപ്പോ ബില്ല് ഞാൻ കൊടുത്തത് ഒരാഴ്ച വേണ്ടിയില്ല. ബില്ല് സാബുവിന് കൊടുത്തു. പിടിച്ചേ. ഇനി വഴക്ക് വേണ്ടേ വേണ്ട. അല്ലേ? എന്നാലും നീ എന്നെ നിന്റെ കല്യാണത്തിന് വിളിച്ചില്ല. ആര് പറഞ്ഞു? കല്യാണത്തിന് ഞാൻ കാർഡ് അയച്ചല്ലോ. ആര് പറഞ്ഞു കാർഡ് അയച്ചെന്ന്? എനിക്ക് കിട്ടിയില്ലല്ലോ. മോശമായിപ്പോയി, വളരെ മോശമായിപ്പോയി. അളിയാ, നീ പിണങ്ങല്ലേ? ശരി, സാബ് പിണങ്ങുന്നില്ല. ഒരു കാര്യം ചെയ്യ്, കല്യാണത്തിന്റെ ചെലവായിട്ട് ഈ ബില്ല് നീ തന്നെ കൊടുത്തോ. ഹാപ്പി ആയില്ലേ അളിയ? മിസ്സിസോ, നീ ഹാപ്പി അല്ലേ? വരട്ടെ. സാബു, ക്യാബറെ, ഇവിടെ ക്യാബറെ പാടില്ല എന്ന് പല തവണ ഞാൻ വാണിംഗ് തന്നിട്ടില്ലടോ. സാറ് തന്നായിരുന്നു, പക്ഷെ അത് വാണിംഗ് ആണെന്ന് അറിയില്ലായിരുന്നു. ഇത് കാബറയല്ല സാറേ. ശരീരം മുഴുവൻ ഡ്രസ് ഇട്ടിരിക്കുന്നത് കണ്ടില്ലേ സാറേ? ക്യാബറെ ഞാനും കണ്ടിട്ടുണ്ട്. ആദ്യം തുണിയെല്ലാം ഉണ്ടാവും, പിന്നെ ഓരോന്നായിട്ട് അഴിച്ചു കളയും. അല്ലേ? നിർത്തടാ. എസ് ഐ എന്ന് പറയും. സാറാരാണാവോ? ശിവരാമൻ എന്ന് പറയും. എന്ന് നീ പറയും, ഞാൻ പറയില്ല. കേരള ജീപ്പില്. എസ് ഐ സാറേ, ഓഹോ, ഞങ്ങള് നിരപരാധികളാണ്. ആണോ? അതെ. എന്നാ നീ ആദ്യം കേരള ജീപ്പില്. സാറന്മാരോടൊക്കെ ഇനി പ്രത്യേകിച്ച് പറയണമായിരിക്കും. കേരള കരിമലയാള വണ്ടിയില് ഈ 3 ജീപ്പിൽ കയറൂല, വല്ല ലോറിയും കാര്യം വിളി. ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഇത്രയും വലിയ ബാങ്കിംഗ് സ്ഥാപനങ്ങളുടെ ഉടമകളായ നിങ്ങൾക്ക് നാണമില്ലേ ആ ക്യാബറ നർത്തകിയുടെ പുറകെ ഇങ്ങനെ നടക്കാൻ? അയ്യോ, അത് ക്യാബറെ നർത്തകിയല്ല, ദലാൽ ഗ്രൂപ്പ് MD-യുടെ മകൾ. മൈ ഗോഡ്. എന്നിട്ട് ആ കുട്ടി എന്തിനാ ഷാപ്പിൽ ക്യാബറ നിർത്താടാൻ പോയത്? ഐ മീൻ, എന്തെങ്കിലും മെന്റൽ ഡിപ്രഷൻ, കുടുംബത്തോടുള്ള പ്രതികാരം, എക്സാമിനേഷൻ റിസൾട്ട് ഫിയർ, ലവ് ഫെയിലിയർ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സ്റ്റോപ്പ് ഇറ്റ്. അങ്ങനെയൊന്നുമില്ല. അവൾ എനിക്കൊരു SMS അയച്ചിരുന്നു. ഓ, SMS, സെൽഫോൺ മാനിയ. എന്തായിരുന്നു കണ്ടന്റ്? അവളുടെ ബോയ് ഫ്രണ്ടിന്റെ കൂടെ നാട് വിടുന്നു എന്ന് മാത്രമായിരുന്നു അത്. ആരാ ബോയ് ഫ്രണ്ട്? എനിക്കറിയില്ല. പക്ഷേ എനിക്കും അറിയില്ല. വാ, ചോദിച്ചു നോക്കാം. കുട്ടി ഒരു ബോയ് ഫ്രണ്ടുമായി ഒളിച്ചോടുകയായിരുന്നല്ലേ? ടെൽ മീ ദ ട്രൂത്ത്. അതെ. ഈ ബോയ്സിലാരാ കുട്ടിയുടെ ബോയ് ഫ്രണ്ട്? പറയൂ. അതാ.
അയ്യോ ഞാനല്ല, എന്റെ ഫ്രണ്ട് ബാക്കിലാ. തന്റെ ഫ്രണ്ട് ബാക്കിലും? ആ കുട്ടിയുടെ ഫ്രണ്ടാ എന്റെ ഫ്രണ്ട് ബാക്കില്. തന്റെ ഫ്രണ്ട് ബാക്ക് എല്ലായിടത്തും ഇതാണ് ഫ്രണ്ട്. താനാണോ ആ കുട്ടിയുടെ ബോയ് ഫ്രണ്ട്? ആണെങ്കിൽ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. കുട്ടിക്ക് പ്രായപൂർത്തിയായതാണ്. വെരി ഗുഡ്. തനിക്ക് പ്രായപൂർത്തിയായതാണോ? 2 പ്രാവശ്യം ആയതാണ്. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? ഇനി ഒറ്റ വഴിയേ ഉള്ളൂ, സ്നേഹത്തിന്റെ വഴി. ദിൽ ചൽത്താ ഹൈ. പ്രായപൂത്രിയായ കമിതാക്കൾ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാൽ ആർക്കും തടയാനാവില്ല. ഇവരെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. ദിൽവാലെ ദുൽഹനിയ ലേ ജായെങ്കെ എന്നാണല്ലോ പഴമൊഴി. ഈ വിവാഹം ഞാൻ നടത്തി തരണോ? വേണ്ട, ഞങ്ങള് നടത്തി കൊടുത്തോളാം. ആദ്യം താൻ ശരിക്കും നടക്കാൻ പഠിക്കുക, എന്നിട്ട് നടത്തിക്ക്. കൺവട്ടത്തുനിന്ന് വിളിച്ചോണ്ട് പോ. കോൺ ബനെഹ കരോർപതി. ഒരിക്കലും ഇടാത്ത അണ്ടർവെയർ ഇന്നിട്ടത് ഭാഗ്യമായി. ഒന്ന് പോടാർന്നു, ഇട്ടതാ കുഴപ്പമായത്. ചാണ്ടി. പാർവതി വരൂ മോളെ, വീട്ടിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. ഇങ്ങോട്ട് നോക്കണം. വണ്ടി ഇവിടെ. വാ, എന്റെ വീടാ, ഇറങ്ങിക്കോ. ഓൾ ദി ബെസ്റ്റ് കാമുകി കാമുക. പോടാ. വാ. ശലോ ഇടത്ത് കാല വെച്ച്. എന്തായത്? വാ. കേറ്. ഈ മുറി തൽക്കാലം താൻ ഉപയോഗിച്ചോളൂ. ഉയ്യോ, പിന്നെ അലങ്കോലമാക്കരുത് പ്ലീസ്. ഇതുപോലെ വൃത്തിയായിട്ട് സൂക്ഷിച്ചോണം. ഉയ്യോ, ഒരു കാര്യം സംസാരിക്കും. വിധി വന്നു കൊളുത്തിയ ചിത കണ്ണിൽ ജ്വലിച്ചു. വിധി വന്നു കൊളുത്തിയ ചിത കണ്ണിൽ ജ്വലിച്ചു. ശിവരാമ, ഏതാ പെണ്ണ്? അരെ എടാ, ആ പെണ്ണ് ഏതാന്ന്? അതോ, അത് പിന്നെ ഈ വേറെയാണ്. അത് പൊയ്ക്കോളൂ. ശിവ, സത്യം പറ, ആ കൊച്ചേതാ? സത്യം പറഞ്ഞാ എനിക്കും അറിയില്ല. അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ആ കുട്ടി അവളെന്റെ കാമുകയാണ്. അതെ, ആ കുട്ടിക്ക് നോർത്ത് ഇന്ത്യൻ രീതിയിലുള്ള വെജിറ്റേറിയൻ ഫുഡ് വേണം. ഇന്ന് ഞാനും വെജിറ്റേറിയൻ ആണ്. ഒന്ന് കുളിക്കുകയും ചെയ്യും. കുളിക്കാനോ? കുഴപ്പമായല്ലോ.